ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു കൊലപാതകത്തിൻ്റെ പത്രവാർത്ത നമുക്ക് അതിനൊന്ന് റിയാക്ട് ചെയ്ത് നോക്കാം. ഓക്കെ, വാർത്ത അങ്ങനെയാണ് വരുന്നത്. തൃശൂർ പടിയൂർ ഇരട്ടക്കൊലയിൽ പ്രതി പ്രേംകുമാർ ഉദയംപേരൂർ വിദ്യാ കൊലക്കേസിലെ പ്രതിയാണ്. ആദ്യ ഭാര്യ വിദ്യയെ കൊന്ന് കാട്ടിൽ കുഴിച്ചുമൂടിയ കേസിൽ ജാമ്യത്തിലിറങ്ങി. പടിയൂരിൽ കൊലപ്പെടുത്തിയത് രണ്ടാം ഭാര്യ രേഖയെയും രേഖയുടെ അമ്മയെയുമാണ്. നിഖിൽ ഡേവിസ് വിശദാംശങ്ങൾ നൽകും. നിഖിൽ, ഇതിപ്പോ ആദ്യ ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷമാണോ ഈ രണ്ടാം വിവാഹം കഴിച്ചത്? അപ്പോ ഈ ജാമ്യത്തിലിറങ്ങിയ ശേഷം കൊലപ്പെടുത്തിയ എന്തെങ്ങനെയാണ് കൊലപാതകമാണെന്ന് മനസ്സിലായത്? അഞ്ജിത ആദ്യ ഭാര്യയെ കൊന്നത് കാമുകി സുനിതയുമായി ഒന്നിച്ച് ജീവിക്കാൻ വേണ്ടിയായിരുന്നു. സുനിതയും പ്രേംകുമാറും ചേർന്നായിരുന്നു ആദ്യ ഭാര്യ വിദ്യയെ കൊന്നത്. പിന്നീട് ഇരുവരും ജയിലിലായി. ജാമ്യത്തിലിറങ്ങിയ ശേഷം സുനിതയെ അറിയാതെ മറ്റൊരു സ്ത്രീയോടൊപ്പം വിവാഹം കഴിച്ചു. ആ സ്ത്രീയാണ് തൃശൂർ പടിയൂർ സ്വദേശിനിയായ ഇന്നലെ കൊല്ലപ്പെട്ട രേഖ. രേഖയും അമ്മയും മാത്രമാണ് വാടക വീട്ടിൽ താമസിച്ചിരുന്നത്. അതായത് സംഗതി തൃശ്ശൂരിലാണ് നടക്കുന്നത്. ഇതിലെ പ്രതി പ്രേംകുമാർ എന്ന് പറയുന്ന ആൾ ഈ മരണപ്പെട്ട അവരുടെ ഭർത്താവാണ്. അപ്പോൾ ആ പ്രേംകുമാറിൻ്റെ രണ്ടാമത്തെ ഭാര്യയാണ് മരണപ്പെട്ടുള്ള കൊല ചെയ്യപ്പെട്ടിട്ടുള്ള ഈ സ്ത്രീയും അവരുടെ അമ്മയും. രണ്ടുപേരും കഴുത്ത് ഞെരിച്ച് കൊല്ലുകയാണ് ചെയ്തത്. എന്നിട്ട് ആ മൂപ്പര് അവിടുന്ന് മുങ്ങി. മൂപ്പരുടെ ഒരു ഹിസ്റ്ററി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മൂപ്പര് ആദ്യ ഭാര്യേനെ കാമുകീനെ കിട്ടാൻ വേണ്ടി, കാമുകിയുടെ കൂടെ ജീവിക്കാൻ വേണ്ടിയിട്ട് കൊന്നു കളഞ്ഞാണ്. പൊന്തക്കാട്ടിൽ തള്ളിയ ചെങ്ങായിയാണ്. അയാളുടെ ഒരു ഹിസ്റ്ററി എങ്ങനെയാണ്? അയാൾ ജയിലിലായിരുന്നു. എന്നിട്ട് ഇവർക്ക് കാമുകിക്ക് ഒരുമിച്ച് ജീവിക്കാനൊന്നും പറ്റിയില്ല. ജയിലിലായി. പിന്നെ ജാമ്യത്തിന് ആളിറങ്ങിയപ്പോൾ ഈ കാമുകി അറിയാണ്ട് ആൾ രണ്ടാമത് കല്യാണം കഴിച്ചു. ആ രണ്ടാമത് കല്യാണം കഴിച്ചിട്ടുള്ള യുവതി, അതുപോലെ യുവതിയുടെ അമ്മ, ഇവരെ രണ്ടുപേരെയാണ് മൂപ്പര് കൊന്നത്. ഇതാണ് സംഗതി. മൂപ്പര് മുങ്ങി. അപ്പോൾ ഇതിൻ്റെ കാരണം പറയുന്നത് എന്താ നോക്കട്ടോ. പ്രേംകുമാറിനെ ഈ വീട്ടിൽ കണ്ടവരുണ്ട്. ഇന്നലെ വൈകിട്ട് ആണ് വീട്ടിൽ നിന്ന് ദുർഗന്ധം വമിച്ചതോടെ അയൽവാസികൾ വീടിനകത്ത് ചെന്ന് നോക്കുന്ന സമയത്താണ് അമ്മ 74 വയസ്സുള്ള മണി, മകൾ രേഖ 44 വയസ്സ്, ഈ രണ്ടുപേരുടെയും മൃതദേഹങ്ങൾ അഴുകിയ നിലയിൽ കണ്ടെത്തിയത്. ആദ്യം ആത്മഹത്യയാണെന്നാണ് പോലീസ് കരുതിയത്. പിന്നീട് വിശദമായി പരിശോധിച്ചപ്പോൾ രേഖയുടെ നൈറ്റിയിൽ സൂചി കൊണ്ട് ഒരു A4 ഷീറ്റിലുള്ള ഷീറ്റ് പിൻ ചെയ്തിരുന്ന ഷീറ്റിൽ ചിത്രങ്ങളായിരുന്നു, സെൽഫി ചിത്രങ്ങൾ. രേഖ ആൺ സുഹൃത്തുക്കൾക്കൊപ്പം എടുത്ത സെൽഫി ചിത്രങ്ങൾ. അങ്ങനെ രേഖയെ മോശക്കാരായി എന്ന് വരുത്തി രേഖയെ കൊലപ്പെടുത്തിയതാണ് എന്നുള്ളതാണ് പോലീസുകാരുടെ നിഗമനം. അതായത് ഈ രണ്ടാമത്തെ ഭാര്യ ഉണ്ടല്ലോ, അവർ പുരുഷന്മാരുടെ കൂടെ എടുത്തിട്ടുള്ള സെൽഫി ഫോട്ടോസ് ആൾ ഒരു A4 ഷീറ്റിൽ സംഭവമാക്കിയിട്ട് എന്ത് ചെയ്ത്, മൂപ്പത്തിയാരുടെ ഡ്രസ്സിൽ ഒരു പിന്നുണ്ട് കുത്തിവെച്ചു. അതായത് മൂപ്പത്തിയാരുടെ ക്യാരക്ടർ അസാസിനേഷൻ എന്ന് വെച്ചാൽ മൂപ്പത്തിയാർ മോശക്കാരിയാണ് എന്നുള്ള രീതിയിലുള്ള സംഗതി. സംശയരോഗം കൊണ്ട് രണ്ടാമത്തെ ഭാര്യയെ കൊന്നു. അപ്പോൾ ഇത് 3 യുവതികളാണ് ഇവിടെ ഉള്ളത്, 3 സ്ത്രീകൾ. ആദ്യത്തെ ഭാര്യനെ ആൾ കൊന്നു. ഏത്? കാമുകിയുടെ കൂടെ ജീവിക്കാൻ വേണ്ടിയിട്ട്. ഈ കാമുകി എന്ന് പറയുന്നത് മൂപ്പരെ UP സ്കൂളിൽ ഒരുമിച്ച് ഉണ്ടായിരുന്ന മൂപ്പത്തിയാരുടെ കൂടെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യ ഭാര്യനെ കൊന്നത്. എന്നിട്ട് എന്ത് ചെയ്ത്, കാമുകി ഒരുമിച്ച് ജയിലിലായിട്ട് അത് വേറെ കാര്യം കേട്ടോ. ആ ആദ്യത്തെ ഭാര്യനെ കൊന്ന രീതി എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കൊന്നതിന് ശേഷം ഈ ഇറച്ചി പഴകിയ മാംസമൊക്കെ കൊണ്ട് തള്ളണ സ്ഥലമല്ലേ, അവിടെ കൊണ്ടുപോയിട്ടാണ് ഈ ചെങ്ങായി തള്ളിയിറങ്ങുന്നത്. അപ്പോൾ അതിന് കൂടെ ആരുണ്ടായിരുന്നു? കാമുകി ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇത് രണ്ടെണ്ണത്തിനും ജയിലിൽ കൊണ്ടുപോയിട്ട് കേസായി ജയിലിലായി. എന്നിട്ട് ജാമ്യത്തിൽ ഇറങ്ങിയ ചെങ്ങായി രണ്ടാമത് കല്യാണം കഴിച്ചു. ചോദ്യം ഇതാണ്, ആ രണ്ടാമത് കല്യാണം കഴിച്ചിട്ടുള്ള മൂപ്പത്തിയാരേനെയും അമ്മേനെയാണ് കൊന്നത്. സംശയരോഗം, പരപുരുഷ ബന്ധം ഉണ്ട് എന്ന് സംശയിച്ചിട്ട്. അപ്പോൾ അതിലൊരു സംഗതി എന്താ വെച്ചാൽ, എൻ്റെ ഒരു സംശയം ഇതാണ്, ഈ ചെങ്ങായിക്ക് എന്തിൻ്റെ കേടാണ്? ആദ്യത്തെ ഭാര്യനെ കൊല്ലുകയാണ് കാമുകിയുടെ കൂടെ ജീവിക്കാൻ വേണ്ടിയിട്ട്. മനുഷ്യന്മാർ കാമം മൂത്തിട്ടുള്ള എന്തോ ഒരു അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കി. കൊന്നിട്ട് ഇവിടെ ജീവിക്കാതാണ്. അപ്പോൾ ഇവർ പ്രണയം എന്നുള്ളതുകൊണ്ട്, അത് നമ്മളെ സംബന്ധിച്ചോളം പ്രണയം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ സോഫ്റ്റുള്ള ഇമോഷനല്ലേ. ഒരാളെ കൊന്നിട്ടാണോ വേറൊരാളുടെ കൂടെ ജീവിക്കണത്? എന്താ സംഗതി? എന്നിട്ട് അങ്ങനെ കൊല്ലലും കഴിഞ്ഞ് കാമുകിയുടെ കൂടെ ജീവിക്കാൻ വേണ്ടിയിട്ട് കൊല്ലുകയും ചെയ്തിട്ട് ജയിലിലായി കഴിഞ്ഞിട്ട് ജാമ്യത്തിലിറങ്ങുമ്പോൾ ആ കാമുകി അറിയാണ്ട് രണ്ടാമത് കല്യാണം കഴിക്കുന്നു. അപ്പോൾ ആൾക്ക് കുത്തിക്കഴപ്പ് അല്ലാണ്ട് ഇപ്പോൾ എന്താ പറയുക, ക്രിമിനൽ കുത്തിക്കഴപ്പ്. എന്നിട്ട് ഈ ഭാര്യനെ, ഈ രണ്ടാമത് ആ സ്ത്രീനെ കല്യാണം കഴിക്കുമ്പോൾ ഒരു കാര്യം വെച്ചിട്ട്, എങ്ങനെയാണ് ഒരു കൊലപാതക കേസിൽ ജയിലിലുള്ള ജാമ്യത്തിനിറങ്ങിയ ഒരാൾ എങ്ങനെ കല്യാണം കഴിക്കണത്? ഒരു സ്ത്രീ
അപ്പോൾ ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലും കളി നടന്നുണ്ടാവും തോന്നുന്നത്. എങ്ങനെയാണ് ഒരു അമ്മയും മകളും കൂടി ഇയാളുടെ കൂടെ എങ്ങനെ ജീവിക്കണത്? എങ്ങനെ ജീവിക്കണത്? അതോ എന്തോ ഇവരെ ആരും നോക്കാനില്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ഇവർക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും ഉപേക്ഷിച്ച് പോയത്, അങ്ങനെ എന്തെങ്കിലും ആയിരുന്നു? അല്ല, നമ്മൾ അവരെ തരംതാഴ്ത്തി അങ്ങനെ പറയല്ല കേട്ടോ. അതായത് ഒരു കൊലപ്പുള്ളിക്ക്, കൊലപാതക കേസിൽ പ്രതിക്ക് എങ്ങനെയാണ് പെണ്ണ് കൊടുക്കണത്? അത് എനിക്കങ്ങനെ ആലോചിച്ചങ്ങനെ എത്താത്തതുകൊണ്ടാണോ കൊലപാതകർക്ക് ഇവിടെ പെണ്ണുണ്ട് കല്യാണം കഴിച്ചു കൊടുക്കുന്നത്? എനിക്ക് തോന്നുന്നില്ല. എൻ്റെ നാട്ടിൻപുറത്ത് അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഇതുവരെ അങ്ങനെ ഒരു കേസ് നടന്നിട്ടില്ല. എന്തായാലും കാരണം എല്ലാവർക്കും പേടിയായിരിക്കുമല്ലോ. പിന്നെ ഇങ്ങനെ ഒരു രണ്ട് സ്ത്രീകൾ ഇയാളുടെ കൂടെ എങ്ങനെ ജീവിക്കണത്? എന്തായാലും സംശയരോഗത്തിൻ്റെ പേരിൽ ആൾ കല്യാണം കഴിച്ച, രണ്ടാമത് കല്യാണം കഴിച്ച 37 കൊന്നു. അപ്പോൾ ഈ ആദ്യത്തെ കാമുകിയില്ല, UP സ്കൂൾ മുതൽ അറിയാവുന്ന കാമുകിയുടെ അവസ്ഥ ആലോചിച്ചിട്ട് ജയിലുമായി. ഇയാൾ വേറെ കല്യാണം കഴിച്ചു. അതിന് ശേഷം കല്യാണം കഴിച്ചിട്ടുള്ള 37 കൊല്ലുകയും ചെയ്തു സംശയരോഗം. ഇതിൻ്റെ വേറെ സൈക്കോളജി, ഇതിന് വേറെ കാര്യം കൂടി ഉണ്ട് കേട്ടോ. അമ്മ മണിയെയും കഴുത്തഞ്ഞരിച്ച് കൊലപ്പെടുത്തിയ ശേഷം പ്രേംകുമാർ മുങ്ങിയിരിക്കുകയാണ്. 2019 പ്രേംകുമാർ ഉദയംപേരൂരിൽ വിദ്യ എന്ന യുവതിയെ കൊലപ്പെടുത്തി തിരുനെൽവേലിയിലെ പന്തക്കാട്ടിൽ തള്ളിയത്. ഇറച്ചി അവശിഷ്ടങ്ങളെല്ലാം തള്ളുന്ന ആ ഭാഗത്ത് കൊണ്ടുപോയി മൃതദേഹം തള്ളുമ്പോൾ സഹപാഠിയായ സുനിതയെ മുഖമുണ്ടായിരുന്നു. UP സ്കൂളിലെ സഹപാഠിയായ സുനിത പൂർവ്വവിധ സംഗമത്തിൽ വെച്ച് ഈ മകനെ അടുപ്പത്തിലാവുകയും അങ്ങനെ സുനിതയോടൊപ്പം ഒന്നിച്ച് ജീവിക്കാൻ വേണ്ടി വിദ്യയോ പിന്നീട് സുനിതയോടൊപ്പം ഒന്നിച്ച് ജീവിച്ചില്ല, ജയിലിലായി. പിന്നീട് സുനിത അറിയാതെ തൃശ്ശൂർ പടിയൂർ രേഖയോടൊപ്പം അങ്ങനെ ഒറ്റനോട്ടത്തിൽ ഇത് സൗണ്ട് ഒന്നും ക്ലിയർ അല്ല. അത് ഇയാൾ കണ്ട എന്ത് മാന്യൻ, എന്താ സംഗതി ആലോചിച്ച് നോക്കി. ഇയാൾ ഈ അരുങ്കൊല കഴുത്തി ഞരിച്ചിട്ടാണ് കൊന്നിടണം. എന്നിട്ട് ആ വീട്ടിൽ കൊന്നിട്ടിട്ട് ആൾ മുങ്ങിയിറണം അവിടുന്ന്. എന്നിട്ട് ആ ക്രിമിനൽ മൈൻഡ് സെറ്റ് അറിയിച്ചൊക്കെ 37 ഡ്രസ്സിൽ പിൻ ചെയ്ത് വെച്ചിറക്കാണ് സെൽഫികൾ, പുരുഷന്മാരുടെ കൂടെയുള്ള സെൽഫികൾ. എന്നിട്ട് അയാൾ മുങ്ങിയിട്ട് ദുർഗന്ധം അവിടുന്ന് വമിക്കാൻ തുടങ്ങിയപ്പോഴാണ് ആളുകൾ ഇതെന്താ സംഭവം എന്നറിയാൻ വേണ്ടിയിട്ട് എന്താണ് ഇയാളുടെ സഹോദരീനെ വിവരം അറിയിച്ച്, അത് സഹോദരി വിവരം അറിയിച്ച് എന്നിട്ട് അവർ വന്ന് നോക്കുമ്പോഴാണ് ഈ സംഗതി. ഈ നാട്ടുകാർക്ക് അപ്പോൾ എത്ര ദിവസമായിട്ട് അറിയൂലേ? ഈ ആൾക്കാരെ കാണാണ്ടാകുമ്പോൾ അന്വേഷിക്കൂലേ? അതവിടെ ചുറ്റുവട്ടത്തെ മനുഷ്യന്മാരൊന്നും ഇല്ലേ? എന്തെങ്കിലും ഒരു കാര്യമായിക്കോട്ടെ, എന്താ ഇതിൻ്റെ ഒരു അവസ്ഥ? ഒരു കുടുംബം അല്ലേ, ഒരു കുടുംബത്തിൻ്റെ അവസ്ഥ ആലോചിക്ക്. കുടുംബ ബന്ധങ്ങൾക്കൊക്കെ എന്ത് വില ഇവിടെ ഉള്ളത്, എന്ത് വിലയുള്ളത്? കൊല്ലം ഇങ്ങോട്ട് ചെയ്യാണ്, സംശയത്തിൻ്റെ പേരിൽ കൊല്ലുക. അതാണ്. എന്തായാലും ഇങ്ങനെ ഞെട്ടിക്കുന്ന വാർത്തകളാണ് നമുക്കിങ്ങനെ കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടൊക്കെ ഇരിക്കാൻ യോഗം. ആ ചെങ്ങായി എന്താ ഇല്ലല്ലോ, ഒരു ജീവിതം കൊണ്ട് എന്താ അയാൾ ചെയ്തത്? എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? പെണ്ണിന് വേണ്ടിയിട്ട് കാമം മൂത്തിട്ട് പെണ്ണിന് വേണ്ടിയിട്ട് സൈക്കോതരം കാണിച്ചിട്ട് ആൾക്കാരെ കൊല്ലുകയാണ്. അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ കേട്ടോ. കല്യാണം കഴിക്കുന്ന റിലേഷൻഷിപ്പിലൊക്കെ ഏർപ്പെടുന്ന ആളുകൾ ശ്രദ്ധിക്കുക. ഇന്നതെല്ലാം പെണ്ണല്ല. അപ്പം നിങ്ങൾക്ക് അടിപൊളിയായിട്ട് സ്നേഹവും വേറെ ഇതൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലൈംഗികമായിട്ട് സുഖമൊക്കെ ആരെങ്കിലും തരുന്നുണ്ടെങ്കിലും മനസ്സിലാക്കുക, ഇങ്ങനെയുള്ള കുറേ ട്രാപ്പുകൾ, കുറേ ക്രൂരതകൾ, വയലൻസിന് ഒരു പക്ഷേ നിങ്ങളും എന്താ പറയുക, നിങ്ങളതിൻ്റെ ഒരു ഇരയായേക്കാം. നിങ്ങളുടെ ലൈഫ് മൊത്തം മാറി മറിഞ്ഞേക്കാം, ഒക്കെ ചെയ്തേക്കാം. അപ്പോൾ സേഫ്റ്റി ഫസ്റ്റ്, ആദ്യം സേഫായിട്ടിരിക്കുക. ഇപ്പോൾ ചില ആൾക്കാരുണ്ട് ഒരു സ്റ്റേജ് കഴിഞ്ഞിട്ട് ഒരു 10-35 വയസ്സിന് കല്യാണം കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര നാട്ടുകാരെ പ്രഷർ കൊണ്ട് ഏതെങ്കിലും ഒരുത്തനെ കല്യാണം കഴിക്കുക, ഏതെങ്കിലും ഒരുത്തിനെ കല്യാണം കഴിക്കാനുള്ള അവസ്ഥയിൽ ശ്രദ്ധിക്കുക. അതിൽ വേറെ കുറേ കളികളുണ്ടാവും. ചിലപ്പോൾ എക്സ്ട്രാ മറ്റ് റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കും, വേറെ പല ആളുകളോടും റിലേഷൻഷിപ്പുള്ള ആളുകളായിരിക്കും. അവരെ ഹിസ്റ്ററി ഒന്നും ചിലപ്പോൾ നമുക്ക് അങ്ങനെ ചകഞ്ഞ് കണ്ടുപിടിക്കാമെന്ന് നമ്മൾ ശ്രമിച്ചിട്ടുണ്ടായിരിക്കില്ല. ഇന്ന് സമയം നമ്മൾ കിട്ടിയിട്ടുണ്ടാവില്ല. 20 സഞ്ചാരം കൊണ്ടാവും ചിലപ്പോൾ കല്യാണം കഴിച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള പ്രഷർ കൊണ്ടായിരിക്കും കല്യാണം കഴിച്ചിട്ടുണ്ടാവുക. ഹിസ്റ്ററി മനസ്സിലാക്കുക, ആളുകളുടെ ഹിസ്റ്ററി എന്താണ്, ആൾ എന്താ സംഭവം എന്നൊക്കെ മനസ്സിലാക്കുക. ഇനി കൃത്യമായിട്ട് അവരൊക്കെ ഹിസ്റ്ററി ആളുകളിൽ നിന്ന് പരിശോധിച്ചാലും ആളുകൾ പല നുണയും പറയുണ്ടായിരിക്കും കല്യാണം കഴിച്ച് വിടാൻ വേണ്ടിയിട്ട്. ചില ആൾക്കാരും ഇവിടെ അപ്പുറത്ത് സാധാരണ കുറ്റാണ് പറയുക. പക്ഷേ ചില ആളുകൾ അങ്ങനെയല്ല, എങ്ങനെയും കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് പല നുണകൾ പറയുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇതൊന്നും കേട്ട് വിശ്വസിക്കാണ്ടിരിക്കാം. എന്തായാലും ആരും ഇവിടെ സേഫല്ല. കല്യാണം കഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്തായാലും ഇങ്ങനെ ഒരു വയലൻ്റ് നേച്ചറിലാണ് ഇവരിങ്ങനെ സ്ഥിരം ജീവിക്കാറ്. അത് ഇയാൾ ജയിലിലയക്കുന്ന സമയത്ത് മുഖത്തേക്ക് വേറെ റിലേഷൻഷിപ്പുകളുണ്ടായിരുന്നു, അറിയില്ല. എന്തായാലും ഈ കൊല ചെയ്യുക എന്നൊക്കെ പറയുന്നത് വല്ലാത്ത ഒരു ഇതാണ്. ഒരു ജീവൻ എടുക്കാൻ ആർക്കും ഇവിടെ അർഹതയില്ല, അവകാശമില്ല. അപ്പോൾ എന്താ ചെയ്യുക? അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളുടെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ വേറെ വീഡിയോ നമുക്ക് കാണാം. ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനൽ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ഓക്കെ, ബൈ.